നമസ്തെ. ഗണപതി പ്രീതിയുടെ പ്രാധാന്യവും അത് എങ്ങനെ നേടിയെടുക്കാമെന്നും ഗണപതി പ്രീതികരമായ വഴിപാടുകളും അതിന്റെ ഫലങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തടസ്സങ്ങളെ അകറ്റി നിർത്തി ഭക്തർക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധി ലഭിക്കാൻ ഗണപതി പ്രീതി ആവശ്യമാണ്. ഗണപതി ഭഗവാനെ ആരാധിച്ചാൽ രാഹു ശനിദോഷം ഉൾപ്പെടെ ഒഴിഞ്ഞുകിട്ടും എന്നാണ് വിശ്വാസം. ശിവപാർവതി പുത്രനും ദേവന്മാരിൽ പ്രഥമ സ്ഥാനീയനുമായ ഭഗവാൻ വിനായകന്റെ അനുഗ്രഹം കൂടാതെ ഒന്നും വിജയത്തിലെത്തില്ല. ഗണപതി പ്രീതി ഇല്ലെങ്കിൽ ഒന്നും ശുഭകരമായി അവസാനിക്കില്ലെന്നത് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. എന്നാൽ ഏതൊരു കാര്യം ആരംഭിക്കുന്നതിന് മുൻപും ഗണപതി ഭഗവാനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ കാര്യങ്ങൾ നന്നായി ഭവിക്കുന്നു. വിവാഹം, വിദ്യാരംഭം, തൊഴിൽ തുടങ്ങിയ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ആദ്യം ഗണപതിയെയാണ് പ്രീതിപ്പെടുത്തുന്നത്. അത്രമേൽ പ്രാധാന്യമാണ് ഹൈന്ദവ വിശ്വാസികൾ വിനായകന് നൽകുന്നത്. വെള്ളിയാഴ്ചകൾ, ചതുർത്ഥി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ചിങ്ങത്തിലെ വിനായക ചതുർത്ഥി എന്നിവ ഗണേശ പൂജയ്ക്കും ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾക്കും വളരെ വിശേഷപ്പെട്ടതാണ്. ഗണപതി ഭഗവാന്റെ പ്രിയപ്പെട്ട പൂക്കൾ കറുകപ്പുല്ല്, മുക്കുറ്റി, എരിക്കിൻപൂ, തുളസി, ചുവന്ന ചെമ്പരത്തി, ശംഖുപുഷ്പം എന്നിവയാണ്. ഈ പൂക്കളിൽ തന്നെ പ്രധാനിയാണ് കറുകയും മുക്കുറ്റിയും. ഗണപതി പ്രീതി ലഭിക്കാൻ ഗണപതിയെ മുടങ്ങാതെ ഉപാസിക്കണം. പ്രാഥമികമായി വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമം നടത്തുകയും നാളികേരം ഉടയ്ക്കുകയും വേണം. ഗണപതി ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറുകയും മുക്കുറ്റിയും കൊണ്ടുള്ള അർച്ചന ഗണപതി പ്രീതിക്ക് ഏറ്റവും ഉചിതമായി കരുതുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഗണപതിക്ക് അപ്പം മൂടൽ പോലെ തന്നെ കറുക മൂടൽ വഴിപാടും വളരെ വിശേഷമാണ്. ശിവൻ, ശക്തി, ഗണേശൻ എന്നീ മൂന്ന് ദേവതകളുടെയും ശക്തികൾ കറുകയിൽ ഉണ്ടെന്നാണ് വിശ്വാസം. ബ്രഹ്മാവിന് ഏറ്റവും പ്രിയപ്പെട്ട ചെടി കൂടിയാണ് കറുക. ഇത് തലയിൽ ചൂടുന്നത് ഐശ്വര്യവും ദീർഘായുസ്സും നൽകുമെന്ന് വിശ്വസിക്കുന്നു. പൂവില്ലാത്ത കറുകയാണ് സാധാരണ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. 21 കറുക പുല്ലുകൊണ്ട് മാല ചാർത്തി ഗണപതിയെ പൂജിക്കുന്നത് വളരെ ഐശ്വര്യകരമായി കരുതുന്നു. വിവാഹം പോലുള്ള മംഗള കർമ്മത്തിന് തടസ്സം നേരിടുന്നവർക്ക് ഭഗവാന് മുക്കുറ്റി പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ്. സമൂലം പിഴുതെടുത്ത 108 മുക്കുറ്റികൾ ക്ഷിപ്ര ഗണപതി മന്ത്രം കൊണ്ട് 108 തവണ ഗണപതിക്ക് അർച്ചന നടത്തുന്നതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. ഇത് പക്കപ്പിറന്നാൾ തോറും നടത്തിയാൽ സർവ ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമുണ്ടാകും. സമൂലം പിഴുതെടുത്ത മുക്കുറ്റി വൃത്തിയാക്കി മാല കെട്ടി ചാർത്തുന്നതും വളരെ വിശേഷമാണ്. പെട്ടെന്നുള്ള ആഗ്രഹ സാധ്യത്തിന് തുടർച്ചയായി 3 ദിവസം 18 നാരങ്ങ ചേർത്ത് മാലയുണ്ടാക്കി ഗണപതി വിഗ്രഹത്തിൽ ചാർത്തിയാൽ മതി എന്നാണ് വിശ്വാസം. 3-ാം നാൾ നാളികേരം ഉടച്ച് പുഷ്പാഞ്ജലിയും നടത്തിയാൽ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യം തടസ്സമില്ലാതെ നടക്കും എന്ന് ഉറപ്പാണ്. ജീവിതത്തിൽ ഏതൊരു ശുഭകർമ്മം ആരംഭിക്കുന്നതിന് മുമ്പും ഗണേശന് നാരങ്ങാമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഇങ്ങനെ ചെയ്താൽ വിഘ്നങ്ങളില്ലാതെ ആ പ്രവൃത്തി ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം. വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഗണപതിയെ പ്രീതിപ്പെടുത്താനും നടത്തുന്ന മറ്റൊരു പ്രധാന കർമ്മമാണ് ഗണപതി ഹോമം. സാധാരണ ഗണപതി ഹോമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 8 നാളികേരവും അഷ്ടദ്രവ്യങ്ങളും ചേർത്ത് നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വളരെ വിശേഷമാണ്. ഇത് കൂടുതൽ ശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം. ഉണങ്ങിയ നാളികേരമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പഴം, കരിമ്പ്, തേൻ, ശർക്കര, അപ്പം, മലർ എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ. നാളികേരത്തിന്റെ എണ്ണം 108, 336, 1008 എന്നിങ്ങനെ കണക്കാക്കി വലിയ രീതിയിലും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്താറുണ്ട്. ധനധാന്യ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും തടസ്സങ്ങൾ ഇല്ലാതാക്കാനും ഗണപതിയുടെ ഇഷ്ട നിവേദ്യങ്ങളായ അപ്പം, അട, മോദകം എന്നിവ ക്ഷേത്രങ്ങളിൽ വഴിപാടായി നടത്താറുണ്ട്. ഗണപതി പ്രീതിക്കായി പൊതുവെ നടത്തുന്ന മറ്റൊരു വഴിപാടാണ് നാളികേരമുടയ്ക്കൽ. ക്ഷേത്രങ്ങളിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭക്തിപൂർവം തേങ്ങ ഉടയ്ക്കുന്നത് കാര്യസാധ്യത്തിനും വിഘ്ന നിവാരണത്തിനും ഉത്തമമാണ്. ഈ വഴിപാടുകൾക്ക് പുറമെ ധനസമൃദ്ധിക്ക് ലക്ഷ്മി വിനായക പൂജ, കുടുംബ ഭദ്രതയ്ക്ക് ശക്തി വിനായക പൂജ, ഭാഗ്യത്തിന് ഭാഗ്യസൂക്ത ഗണപതി ഹോമം, രോഗദുരിതശാന്തിക്ക് നാളികേര നിവേദ്യം, കാര്യവിജയത്തിന് ജഗന്മോഹന ഗണപതി പൂജ, കർമ്മവിജയത്തിന് സിദ്ധിവിനായക പൂജ എന്നിവയും ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട്.
അഷ്ടോത്തരാർച്ചന, ഗണപതി സൂക്താർച്ചന എന്നീ അർച്ചനകളും വളരെ പ്രസിദ്ധമാണ്. വിഘ്നഹര സ്തോത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നത് നല്ലതാണ്. ഗണപതി പ്രീതിക്ക് ഭവനങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീടിന്റെ കന്നിമൂലയിൽ കറുകപ്പുല്ല്, മുക്കുറ്റി, തുളസി, ശംഖുപുഷ്പം തുടങ്ങി ഗണേശന് പ്രിയപ്പെട്ട ചെടികൾ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. വീട്ടിലും വ്യാപാര സ്ഥലത്തും ഗണപതി ചിത്രം വെക്കുന്നതും നല്ലതാണ്. ഗണപതി ചിത്രത്തിന് മുൻപിൽ മധുര പദാർത്ഥങ്ങൾ വെച്ച് ഗണപതി സ്തുതികൾ ചൊല്ലുക. ഗണപതി മൂലമന്ത്രം, ദാരിദ്ര്യദഹന ഗണപതി സ്തോത്രം, ഗണേശാഷ്ടകം, സങ്കടഹര ഗണേശ സ്തോത്രം, ക്ലേശഹര സ്തോത്രം എന്നിവ ജപിക്കുന്നത് നല്ലതാണ്. ഒരു ബുധനാഴ്ച ആരംഭിച്ച് അടുത്ത 11 ദിനങ്ങളിലും തുടർച്ചയായി ഓം നമോ വിഘ്നഹരായ ഗം ഗണപതയെ നമ എന്ന മന്ത്രം രുദ്രാക്ഷ ജപമാലയാൽ എണ്ണം പിടിച്ച് 108 ഒരു വീതം കിഴക്ക് ദർശനമായി തിരിഞ്ഞിരുന്ന് അതിപ്രഭാതത്തിൽ ജപിച്ചാൽ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് വിശ്വാസം. ഗണേശ പ്രീതിക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഇവിടെ പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.